നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. 8560 ലെവലിലാണ് വെള്ളിയാഴ്ച നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. മികച്ച റിസൾട്ടുകളാണ് വിപണിയെ ഈ ഉയരത്തിലേക്ക് എത്തിച്ചത്. ഈ വാരം പുറത്തുവന്ന ഒട്ടുമിക്ക റിസൾട്ടുകളും വിപണിയുടെ പ്രതീക്ഷയേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. അതാണ് ഈ മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകനവും ഈ വാരം നടന്നു. അതും വിപണി പ്രതീക്ഷിച്ച പോലെയുള്ള പ്രഖ്യാപനം തന്നെയാണ് RBIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ ഹെഡ്ജ് ഇഗ്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച റിസൾട്ടുകൾ. വിപണിയെ പുതിയ ഉയരത്തിലേക്ക് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും റിസൾട്ടുകളാണ്. ഇതെല്ലാം ഇനി വരാനിരിക്കുന്ന അടക്കം വിപണിയുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുള്ളതാണോ? മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഭാരതി എയർടെൽ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, മഹീന്ദ്ര വളരെ, അതുപോലെ തന്നെ ഹീറോ മോട്ടോഴ്സ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അതേസമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വരാൻ കഴിഞ്ഞില്ല. കാനറ ബാങ്ക് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അങ്ങനെ ഒരു മിക്സഡ് ട്രെൻഡാണ്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിഫ്റ്റി ഇപ്പോഴും 8560 മുകളിൽ ട്രേഡിംഗ് നടക്കുന്നൊരു റീസൺ പോലും RBIയുടെ റേറ്റ് കട്ട് ഒരിക്കലും മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷയിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോഴും ഈ ഹയർ ലെവലിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഒരു വാല്യുവേഷൻ സംബന്ധിച്ചു, പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. പക്ഷേ ഇന്റർനാഷണൽ നോംസിലേക്ക് ബാങ്കുകളെ 2018 കൊണ്ടുവരിക എന്നുള്ളൊരു കൺസേൺ, ബേസൽ 3 നോംസ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയും, കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 70,000 crore ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും പറ്റില്ല. 1.8 lakhs crore അടുത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു നോംസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഹ്യൂജ് ഡെറ്റ് ഹോൾഡ് ചെയ്യുന്നിരിക്കും. NPA കൂടി നിൽക്കുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചു കൊണ്ടുവരിക, ടോട്ടൽ ഒരു റീസ്ട്രക്ചറിങ്, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്ന 3 വർഷം കൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായി ഈ NPA തിരിച്ചു പിടിക്കാനുള്ളൊരു മൂവ്. അതുപോലെ തന്നെ പല ബാങ്കുകളും ഇപ്പോഴും ബുക്ക് വാല്യൂവിൽ താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഇംപ്രൂവ് ചെയ്യുക, അതോടൊപ്പം തന്നെ പുതുതായി ഈ NPA തിരിച്ചു പിടിക്കുക, ഇങ്ങനെ ഒരു ടോട്ടൽ റീസ്ട്രക്ചറിങ് വരികയാണെങ്കിൽ വീണ്ടും പബ്ലിക്കിൽ നിന്ന് തന്നെ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂഷൻ അത് കൺസിഡർ ചെയ്യുമ്പോൾ ലോവർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് 70,000 crore കൊടുത്ത് പോസിറ്റീവാണ്. ആ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ഒരു വാല്യൂ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴത്തെ വാല്യൂഷൻ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നല്ല ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എന്തായാലും ഈ ബേസൽ 3 നോംസിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ സാധിക്കില്ല. കൂടുതൽ ഫണ്ട് ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ പബ്ലിക് മാർക്കറ്റ് ബെറ്റർ ആവുകയാണെങ്കിൽ വീണ്ടും പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ത്രൂ തന്നെ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അപ്പോഴത്തെ സാഹചര്യത്തിൽ വാല്യുവേഷൻ ഫെയർ ആണ്. ചെറിയ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിലുണ്ടാവും. ആ ഒരു കറക്ഷൻ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ തന്നെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബ്രെന്റ് ക്രൂഡിൻ്റെ വില $50 താഴോട്ടെത്തി. ഒരുപക്ഷെ അനലിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നു ഇനിയും വലിയ തോതിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയെക്കുറിച്ചും ചർച്ച നടക്കുന്നുണ്ട്. നമുക്കറിയാം ക്രൂഡ് വില കുറച്ച് നാളായിട്ട് താഴോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പല സെക്ടറിലായിട്ട് മാർക്കറ്റിൽ കണ്ടതാണ്. ഇനി വീണ്ടും ഈ പറയുന്ന അനലിസ്റ്റുകൾ പറയുന്ന പോലെ ഒരുപക്ഷെ $40 എത്തിയാൽ എന്താവും അവസ്ഥ? അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇപ്പോഴും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിനും വേണ്ടി കുറേ ഫണ്ട് കണ്ടെത്താൻ ഇത് സഹായിക്കും. അതിലുപരി ഓവറോൾ ഇന്ത്യ 80% ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഫ്യൂച്ചറിൽ ഗവൺമെൻറ് സ്പെൻഡിങ്ങിന് ഇതൊരു വലിയ ഹെൽപ്പാവും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇതൊരു ബൂസ്റ്റ് തന്നെയാണ്. ഇൻഫ്ലേഷൻ കുറയാനുള്ളൊരു സാഹചര്യം ഇത് ത്രൂ ഉണ്ടാകും. അപ്പോൾ ഓവറോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ക്രൂഷ്യൽ എന്ന് പറയുന്നത് IIP വരുന്നു, ഇൻഫ്ലേഷൻ വരുന്നു. ഇത് രണ്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോളിനുള്ള സാധ്യത നെക്സ്റ്റ് വീക്ക് കാണുന്നില്ല. ഇപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്ക് ശേഷം ഉള്ളൊരു കൺസോൾട്ടേഷൻ, അതാണ് ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വീക്ക് ഈ രണ്ട് ഡാറ്റ ബെറ്റർ ആവുകയാണെങ്കിൽ ഒരു ഫർദർ 100 points റൈഡ് 8650 നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ ആ 8650 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്.
ഈ രണ്ടും പോസിറ്റീവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയൊരു നെഗറ്റീവ്, ഗ്ലോബലി ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഫാളിനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് കണ്ടത് ഒരു കൺസോൾട്ടേഷനാണ്. വീണ്ടും IIPയും ഇൻഫ്ലേഷനും ബെറ്റർ ആവുകയാണെങ്കിൽ ഫർദർ ഒരു 100 പോയിന്റ്സിൻ്റെ റൈഡ് നമുക്ക് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വെച്ചിൽ ഇനി ഇലക്ക ലഭിച്ച കത്തുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലക്കം ലഭിച്ച മെയിലുകളിലേക്ക് പോകാം. ശ്രീ അനൂപിന്റെ മെയിലാണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. KPIT, SL Propack, കൊട്ടക് മഹീന്ദ്ര, ഏഷ്യൻ പെയിന്റ്സ്, കജാരിയ, അരവിന്ദ് ഫാർമ, അശോക് ലൈലാൻഡ് എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫണ്ടമെന്റലി എല്ലാം സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൽ KPIT ഫണ്ടമെന്റലി സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു മേജർ സപ്പോർട്ട് ലെവൽ 120 ആണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 100, 170 സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ SL Propack ഫണ്ടമെന്റലി സ്റ്റോക്ക് സൗണ്ടാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിൽ ട്രേഡ് ചെയ്യുന്നു. അടുത്തൊരു കറക്ഷനോടുകൂടി 140 ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 117 ആണ് സെക്കൻഡ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 190 സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. അതായിരുന്നു ആ സ്റ്റോക്ക് വലിയൊരു റൈഡിന് ശേഷം, ആ റിസൾട്ടിന് ശേഷം ഒരു കറക്ഷൻ നമ്മൾ കണ്ടു. പക്ഷേ വാല്യുവേഷൻ ഇപ്പോഴും ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. ഇപ്പോഴത്തെ കറന്റ് ലെവൽ പോലും ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാൻ നെക്സ്റ്റ് വീക്ക് ഇൻഫ്ലേഷൻ അതുപോലെ IIP പുറത്തു വരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ 680 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ലെവലാണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ 634. 2 സ്റ്റേജായി മാർക്കറ്റിൽ ഡീപ്പായുള്ള കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ 2 സ്റ്റേജിലേക്ക് വരാം. അത് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഒരു എക്സ്പോഷർ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. 760 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ ഏഷ്യൻ പെയിന്റ്സ് ആണ്. വളരെ ഷാർപ്പായിട്ടുള്ള റാലി സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ്. ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഫോൾ തന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് അട്രാക്ഷൻ. 850, 790 2 സപ്പോർട്ട് ലെവലാണ്. പലപ്പോഴും ഈ സ്റ്റോക്ക് ഹയർ വാല്യൂവിന് പോയതിനു ശേഷം കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പോലെ ഈ സ്റ്റോക്കിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കറക്ഷൻ സംഭവിക്കുമ്പോൾ 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ കജാരിയ സിറാമിക്സ് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 740 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. അതുപോലെ 700, 2 സ്റ്റേജ് ആയി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 880 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അരവിന്ദോ ഫാർമ ഫണ്ടമെന്റലി സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. 730 അടുത്ത കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 730 and 670 2 സ്റ്റേജ് ആയി അരവിന്ദോ ഫാർമയിൽ എക്സ്പോഷർ എടുക്കുന്നത് നന്നായിരിക്കും. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അശോക് ലൈലാൻഡ് ആണ്. 84 ഒരു മൈനർ സപ്പോർട്ട് സോൺ ആണ്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 77 ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയൊരു സ്റ്റോക്കാണ് അശോക് ലൈലാൻഡ്. അപ്പോൾ അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് 100 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. അപ്പോൾ മറ്റ് നിക്ഷേപകർക്കും ഈ ഒരു പോർട്ട്ഫോളിയോ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ഈ KPIT, SL, അതിൽ കോട്ടക് മഹീന്ദ്ര, ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ തന്നെ വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡേ ടു ഡേ വരുന്ന ഫ്ലക്ച്വേഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. മാർക്കറ്റിൽ ചിലപ്പോൾ കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയൊരു റാലി വന്നു, കുറച്ചുകൂടെ ഒരു 100 പോയിന്റ്സിന്റെ കൂടെ അപ്സൈഡ് വന്നതിന് ശേഷം വീണ്ടും ഒരു കറക്ഷൻ മോഡലിലേക്ക് ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യാം. അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്. അടുത്ത മെയിലിലേക്ക് പോകാം. ഷാർലറ്റിന്റെ മെയിലാണ്. മദേഴ്സൺ സുമി, ആക്സിസ് ബാങ്ക്, പേജ് ഇൻഡസ്ട്രീസ് ഈ സ്റ്റോക്കുകൾ അതിനെക്കുറിച്ചാണ് ഷാർലറ്റ് അഭിപ്രായം ചോദിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കൈവശം ജെയിൻ ഇറിഗേഷൻ, ITC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് സ്വിസ് ലോൺ ഇത് കൈവശമുണ്ട് തന്നെ. ഇതിൽ മദേഴ്സൺ സുമി, ആക്സിസ് ബാങ്ക്, പേജ് ഇൻഡസ്ട്രീസ് ഫണ്ടമെന്റലി സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂലാണ്. അടുത്ത കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഒരു റൈഡിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയി. നെക്സ്റ്റ് വീക്ക് IIP, ഇൻഫ്ലേഷൻ ഇത് രണ്ടും സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ഈവൻ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഈ കറന്റ് വാല്യുവേഷൻ ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിൽ തന്നെയാണ് ഈ സ്റ്റോക്കൊക്കെ മൂവ് ചെയ്യുന്നത്. ഇതിൽ മദേഴ്സൺ സുമി ബോണസിന് ശേഷം 328 സ്റ്റോക്കും വലിയൊരു റൈഡ് സംഭവിച്ചു. എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്.
പറയുന്നത്. 328, 302 ആയിരിക്കും ഒരു സേഫ് എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇപ്പോഴത്തെ മൊമെന്റം പോസിറ്റീവാണ്, പക്ഷേ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. 400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് 550 ലെവൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എൻട്രി പരിഗണിക്കാം. ദെൻ 490 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. 620 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ പേജ് ഇൻഡസ്ട്രീസ് ആണ് 13,500 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ് പേജ് ഇൻഡസ്ട്രീസ്. ദെൻ 10,500 രണ്ട് സ്റ്റേജ് ആയി സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 17,500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പിന്നെ ജെയിൻ ഇറിഗേഷൻ ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്, മൊമെന്റം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 70 and 62 രണ്ട് സ്റ്റേജ് ആയി ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. 84 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ ITC റിസൾട്ട് വന്നു, ബെറ്റർ റിസൾട്ട് തന്നെയാണ്. 310 to 80 രണ്ട് സ്റ്റേജ് ആയി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 270 and 240. ഈ ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് 70,000 crore ഇൻഫ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒട്ടനവധി പ്രശ്നങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് മെയിൻലി ഡെറ്റ് തന്നെയാണ്. NPA കൂടി വരുന്നു. അപ്പോൾ അതിന്റെ റീസ്ട്രക്ചറിങ്, NPA തിരിച്ചു പിടിക്കാനുള്ള മൂവ്, ഇത് അതുപോലെ തന്നെ ബേസൽ 3 നോംസിലേക്ക് വരാനുള്ള ക്യാപിറ്റൽ, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് 70,000 crore ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ ടോട്ടൽ റീസ്ട്രക്ചറിങ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ചും പബ്ലിക് സെക്ടർ ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. 270 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ഓവറോൾ ഗ്ലോബൽ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ 240 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേജ് ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ലെവലിലേക്ക് ഇമ്മീഡിയറ്റ് മാർക്കറ്റ് വരികയാണെങ്കിൽ അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ദെൻ സുസ്ലോൺ ആണ്. ഇപ്പോഴത്തെ രീതിയിൽ മൊമെന്റം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റൈഡ് നമ്മൾ കണ്ടു. അഗൈൻ 24 ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. 20 ഒരു സേഫർ എൻട്രി പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് അടുത്ത കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 20 ലെവലിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 32 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ഈ സ്റ്റോക്കിലെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മറ്റ് നിക്ഷേപകർക്കും ഈ മദേഴ്സ് ആൻഡ് സുമി, ആക്സിസ് ബാങ്ക്, മദേഴ്സ് ആൻഡ് സുമിയിൽ കുറച്ച് പേഷ്യൻസ് കാണിക്കണം, ഒരു കറക്ഷനുള്ള സാധ്യത കാണുന്നുണ്ട്. ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസ്, ജെയിൻ ഇറിഗേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ അടുത്തൊരു കറക്ഷനോടുകൂടി ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ചന്ദ്രൻ നായർ, ബിർള പവർ, RE അഗ്രോ, FCS സോഫ്റ്റ്വെയർ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ ചന്ദ്രൻ നായരുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കാണ്. ₹1 ബിലോ, ₹1 ബിലോ ആണ് ഈ സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്നത് തന്നെ. ആ റിസ്ക് അദ്ദേഹം എടുക്കുക. പിന്നെ നഷ്ടപ്പെട്ടാലും നമുക്ക് പൈസകൾ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. എപ്പോഴും ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. അപ്പോൾ റിസ്ക് എടുത്ത് ഒരു ബുൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ള ഒരു മൂവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പലപ്പോഴും ഇത്തരത്തിൽ ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത, അത്ര സുരക്ഷിതമല്ലാത്ത പല സ്റ്റോക്കുകളും പലരും കൈവശം വയ്ക്കാറില്ല. പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ച് പറയാറുണ്ട് മികച്ച കമ്പനികളിൽ നിക്ഷേപിക്കുമെന്ന്. എന്താണ് ഇപ്പോഴും ഏതൊക്കെ തരത്തിലുള്ള സെക്ടറാണ് ഇപ്പോഴും ഒരു റിസൾട്ടുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നു, അടുത്ത ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ള സെക്ടറിൽ ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഐഷർ മോട്ടോഴ്സ് വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടു. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ് തന്നെയാണ്. ഇപ്പോൾ സെയിൽസ് ഡബിൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് മൂവിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അടുത്തൊരു ജനറേഷൻ സ്റ്റോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഐഷർ മോട്ടോഴ്സ്. അതുപോലെ ഫോഴ്സ് ഒരു ഹൈ വാല്യൂ സ്റ്റോക്ക് തന്നെയാണ്. അല്ല, ഹൈ വാല്യൂ ആണെങ്കിലും റിസ്ക് കുറവാണ്. നമുക്കറിയാം ഈ ഹൈ വാല്യൂ 1000, 1500, 2000, ഇപ്പോൾ 2400 വീണ്ടും അത് കറക്റ്റ് ചെയ്ത് വരികയാണ്. എഗെയിൻ ആ സ്റ്റോക്ക് ഒരു കറക്ഷൻ 2200 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഐഷർ മോട്ടോഴ്സ് ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ബൈ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. BMW അതുപോലെ ബെൻസ് എഞ്ചിൻ അസംബ്ലിംഗ് യൂണിറ്റ് ചെന്നൈയിൽ ഫോഴ്സ് മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ പോസിറ്റീവാണ്. ഷാർപ്പായിട്ടുള്ള ഒരു 2 ദിവസം അപ്മൂവ് നമ്മൾ കണ്ടു. വീണ്ടും അപ്പോൾ സെബി അതിനുശേഷം അതിൻ്റെ സർക്യൂട്ട് ബ്രേക്കർ 5% ആയിട്ട് കുറച്ചു. ഇപ്പോൾ വീണ്ടും അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഐഷർ മോട്ടോഴ്സ് 2700 ലെവലിലേക്ക് വരികയാണെങ്കിൽ അതൊരു
സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിസ്ക് കുറവാണ്, പക്ഷേ എനിക്ക് ഒരു 5000 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ സ്റ്റോക്കിൽ. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാവുന്നതാണ്. അഭിലാഷ് പറഞ്ഞ പോലെ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്, ചിലപ്പോൾ ചില റിസ്ക് ഉണ്ടാകാം. പക്ഷേ BMW, ബെൻസിൻ്റെ ഒക്കെ എഞ്ചിൻ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അസംബ്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സമയത്ത് ഐഷർ മോട്ടോഴ്സൊക്കെ തന്നെ വളരെ ലോവർ വാല്യൂവിൽ മൂവ് ചെയ്ത സ്റ്റോക്കാണ്. ബുള്ളറ്റിൻ്റെ ആ ഒരു സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് അവരുടെ ഇത്രയും ഷാർപ്പായുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ തന്നെ. മഹീന്ദ്രയൊക്കെ തന്നെ അതിൻ്റെ ഒരു മൂവൊക്കെ തന്നെ ഇത് തന്നെയാണ്. പക്ഷേ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഫ്യൂച്ചറിൽ വളരെ കൂടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ്. അത് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് പരിഗണിക്കാം. 1340 ലെവലിലേക്ക് വരികയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ് ബാറ്റ ഇന്ത്യ. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ കുറച്ചൊരു അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു ഹയർ വാല്യൂ സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്കൊക്കെ തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഈ സ്റ്റോക്കുകളാണ് അടുത്ത ഓരോ ഹൈ ബ്രേക്ക് ചെയ്തു പോകാൻ സാധ്യത വളരെ കൂടുതലുള്ള സ്റ്റോക്ക്. അതുപോലെ തന്നെ അമരാജ ബാറ്ററി വലിയൊരു റൈഡ് സംഭവിച്ചു, പക്ഷേ ഇനിയും സ്പേസ് ഉണ്ട്. ഈ സ്റ്റോക്ക് വീണ്ടും ഹയർ വാല്യൂയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ DHFL 500 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതിൽ IFB 540 ഇപ്പോൾ ഒരു കറക്ഷൻ മോഡലാണ്. IFB 540 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്റ്റ്, ഐഷർ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ്, ബാറ്റ ഇന്ത്യ, അമരാജ ബാറ്ററി, DHFL, അതുപോലെ IFB അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്ക് ഞാൻ ഈ പറഞ്ഞ വാല്യൂവിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഇതൊക്കെ ഒരു മൾട്ടി ബാഗർ ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ സ്റ്റോക്കിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മേടിക്കുക. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മേടിക്കുന്നു, ഡേ ടു ഡേ ഉള്ള മൂവ് സ്റ്റഡി ചെയ്യുന്നു. അതിലുപരി ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് സ്റ്റഡി ചെയ്യുക, ഓർഡർ ബുക്ക് സ്റ്റഡി ചെയ്യുക, ഒരു 5 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതായിരിക്കും പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നല്ലത്. നമ്മളിപ്പോൾ വീക്കിലി പ്രോഗ്രാം ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ ടെക്നിക്കൽ ലെവൽ പറയേണ്ടതായിട്ട് വരാം. പക്ഷേ അതിലുപരി ഒരു ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ലോങ് ടേം വ്യൂയോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അവർക്കാണ് ഇപ്പം നമ്മൾ ഗോദ്രേജും അതുപോലെ ഫോഴ്സ് മോട്ടോഴ്സും ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ 2002 ഇതൊക്കെ 190-200 എന്ന സ്റ്റോക്കാണ് 1000 ലെവലിലേക്ക് പോയി. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് എടുത്താലും അതുപോലെ ഫോഴ്സ് മോട്ടോഴ്സൊക്കെ വലിയൊരു സ്റ്റോറി തന്നെയാണ്, ഹ്യൂജ് റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഐഷർ മോട്ടോഴ്സ്, ബാറ്റ ഇന്ത്യയൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്ന ചില സ്റ്റോറികളാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല കമ്പനികൾ ഇപ്പോഴും ഇത് മിസ്സായിട്ടില്ല. വലിയൊരു റൈഡ് സംഭവിച്ചു, പക്ഷേ ഇനിയും ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നുണ്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ഞാൻ നേരത്തെ ഈ 20 പൈസ 30 പൈസയുടെ സ്റ്റോക്കിന് പുറകെ പോകുന്നതിലുപരി നമുക്കുള്ള പൈസയ്ക്ക് 1-2 സ്റ്റോക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിനയിലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അറിയിക്കുക. ഹെഡ് ജിഗ്രീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും. മാർക്കറ്റ് വാച്ചിനെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.